ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. വൈകിട്ട് 3 മണിവരെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ അവർക്ക് പത്രിക പിൻവലിക്കാനുള്ള സമയം. എന്തായാലും അത് കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ മത്സരചിത്രം പൂർണ്ണമായും മനസ്സിലാകും. ഒപ്പം തന്നെ 3 മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം പ്രചാരണത്തിൽ സജീവമാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ എത്തിയിരുന്നു. പ്രധാനമന്ത്രി വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനം ഇന്ന് എറണാകുളം ജില്ലയിൽ നടക്കുകയാണ്. ഒപ്പം തന്നെ ഡീൽ ആരോപണം ഉൾപ്പെടെയുള്ള വാക്പോരുകളാൽ കളം നിറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. വിവരങ്ങളുമായി അൻഫിലിറ്റും അതോടൊപ്പം തന്നെ കിരണും ചേരുന്നുണ്ട്. ആദ്യം അൻഫിലിറ്റിലേക്ക് പോവുകയാണ്. അൻഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് 3 മണിയോടുകൂടെ തന്നെ ഒരു അന്തിമ ചിത്രം വ്യക്തമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ദേശീയ നേതാക്കളും ഇനി വരാൻ പോകുന്ന ദേശീയ നേതാക്കളും ഒക്കെ ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം അങ്ങേയറ്റം. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അന്തിമ ചിത്രം, മത്സര രംഗത്തെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം ഇന്നറിയാനാകും. 3 മണിവരെയാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്ത് ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം 985 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്തുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. പലരും തന്നെ, കാരണം അവസാന നിമിഷം പലരെയും അനുനയിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഈ അപരരായി നിൽക്കുന്ന ഏറെ അപരന്മാരാണ് ഇക്കുറിയുള്ളത്. അതും പ്രമുഖ മണ്ഡലങ്ങൾ, പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് എതിരെ അതേ പേരുകളിലും അതേ ഇനിഷ്യലിൽ പോലും വ്യത്യാസമില്ലാതെ പല അപരന്മാർ നിൽപ്പുണ്ട്. അവരെയൊക്കെ അനുനയിപ്പിച്ച് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഈ 2 ദിവസം ഉണ്ടായിരുന്നു. ആ 2 ദിവസം കൊണ്ട് പരമാവധി അനുനയിപ്പിച്ച് അവരെയൊക്കെ മാറ്റുന്നതിനുള്ള ഒരു തത്രപ്പാടി തന്നെയാണ് മുന്നണികളൊക്കെ തന്നെ. ഇന്ന് 3 മണിവരെയും സമയമുണ്ട്. കൂടുതൽ അപരന്മാരെ ഇന്നും 3 മണിവരെയും പിൻവലിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് 3 മുന്നണികളും. അത് 3 മുന്നണികൾക്ക് ഒരുപോലെയാണ് അപരന്മാർ ഭീഷണിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇന്ന് 3 മണിക്ക് ശേഷം ഒരു 4-5 മണിയോടുകൂടി നമുക്കൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥികളുടെ കണക്കും പട്ടികയ്ക്ക് പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി നമുക്ക് അറിയാനാകും സംസ്ഥാനത്ത് ഇത്തവണ മത്സര രംഗത്ത് ഈ 985 പേരിൽ നിന്ന് എത്ര പേർ കൊഴിഞ്ഞു പോകുന്നു, അവസാന ചിത്രത്തിൽ എത്ര പേർ ഇടം പിടിക്കുന്നു എന്നൊക്കെ അവസാനം അറിയാൻ കഴിയും. അത്രയേറെ ചൂടുപിടിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമൊക്കെ തന്നെ. ഇങ്ങനെ വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നും കൂടി കൂട്ടുകയാണെങ്കിൽ 13 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണം 7-ാം തീയതി അവസാനിപ്പിക്കുമ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമാണ്. അത്യുഷ്ണമാണ്. ആ അത്യുഷ്ണത്തിനേക്കാൾ വലിയ രീതിയിലാണ് സംസ്ഥാനത്തെ പ്രചാരണവും വാക്പോരുമൊക്കെയും കളം നിറയുന്ന കാര്യത്തിൽ തർക്കമില്ല. കുറേ ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഡീൽ ആരോപണത്തിലൊക്കെ തന്നെയും വളരെ ശക്തമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾ മാത്രം നിലനിൽക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയമൊക്കെ തന്നെയും. അതിനോടൊപ്പം തന്നെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധിക്ഷേപ പരാമർശങ്ങൾ സ്ത്രീകൾക്ക് നേരെയും വനിതാ സ്ഥാനാർത്ഥികൾക്ക് നേരെയും ഒപ്പം തന്നെയും പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയും മുന്നണികൾക്ക് നേരെയും സ്ഥാനാർത്ഥികൾക്ക് നേരെയും ഒക്കെ തന്നെയുള്ള അധിക്ഷേപ വാക്കുകൾ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി വരുന്നു. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നു, കേസുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പല രീതിയിലുള്ള ചിത്രങ്ങൾ കൊണ്ട് നിറയുകയാണ്. ഒപ്പം തന്നെയും പ്രമുഖരൊക്കെ തന്നെയും താരപ്രചാരകരൊക്കെ തന്നെയും കളം പിടിക്കുന്നതാണ് മറ്റൊരു സവിശേഷത. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ വന്നു പോയിരുന്നു. അതിന് പിന്നാലെ തന്നെ പല പ്രമുഖരും, രാഹുൽ ഗാന്ധിക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഒരു ദിവസം അദ്ദേഹം പ്രചാരണത്തിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി ഞായറാഴ്ചയാണ് എത്തുന്നത്. അദ്ദേഹത്തിന് ഒരു ദിവസം മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ 2 ദിവസമൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കേരള സന്ദർശനം പ്രചാരണ രംഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമിത്ഷാ ഒപ്പം തന്നെ ഇന്നലെ നിർമ്മല സീതാരാമൻ വന്നു പോയിരുന്നു. ഒപ്പം ദേശീയ നേതാക്കളൊക്കെ തന്നെയും മുഖ്യമന്ത്രി CPM-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ MA ബേബി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇന്ന് MA ബേബി തലസ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ജില്ലാ പര്യടനം. മുഖ്യമന്ത്രി ആകട്ടെ അദ്ദേഹത്തിന്റെ ജില്ലാ പര്യടനം ഇന്ന് എറണാകുളം ജില്ലയിലാണ്. രാവിലെ മാധ്യമങ്ങളെ കാണും, വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടാകും. വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾക്ക് ഇപ്പോൾ നടന്ന സംവാദം ഇതിനൊക്കെ തന്നെ പ്രത്യേകിച്ച് പ്രതിഭയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഈ അധിക്ഷേപത്തിനൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രി ഏത് രീതിയിലായിരിക്കും ഇന്ന് മറുപടി പറയുക, ഇതടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിവസം കാത്തിരിക്കുന്നത്. എന്തായാലും ഒരു തർക്കവുമില്ല, വലിയ രീതിയിലുള്ള പ്രചാരണവും റോഡ് ഷോയും ഒക്കെ തന്നെയായി സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ വലിയ രീതിയിൽ തന്നെ ചൂടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. കാരണം വളരെ കുറച്ച് ദിവസം മാത്രം ബാക്കിയുള്ളത് കൊണ്ട് തന്നെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിൽ ആവശ്യത്തോടെ ആരായിരിക്കും പ്രചാരണത്തിൽ മുൻകൈ നേടുക എന്നൊരു മത്സരം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും കാണാൻ കഴിയുന്നത്. ലിജിൻ, ശരി, എന്നൊരു മത്സര ചിത്രം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ വ്യക്തമാകും.